പൈശാചികരും രാക്ഷസീയരുമായ കഥാപാത്രങ്ങളെ നായകനായി ചിത്രീകരിക്കുക എന്ന ഒരു പ്രവണത ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥ വാൽമീകി രാമായണം വായിക്കാതെ ബ്ലോഗുകളെ റഫറൻസാക്കി പ്രവർത്തിക്കുന്ന ചില ചാനലുകൾ ഇന്ദ്രജിത്ത് ഹനുമാനെ പരാജയപ്പെടുത്തി എന്നെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനാലാണ് ആധികാരികമായ വിവരങ്ങൾക്ക് ചാനലുകൾക്ക് പിറകെ പോകാതെ വാൽമീകി രാമായണം നേരിട്ട് വായിക്കുവാൻ വേണ്ട പുസ്തകങ്ങളെക്കുറിച്ചു ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇന്ദ്രജിത്ത് അതിമഹാരഥി ആണെന്ന പ്രചാരണത്തിനും വാൽമീകി രാമായണത്തിൽ റഫറൻസ് ഒന്നും ലഭ്യമല്ല. ചാനലുകളിൽ പ്രചരിപ്പിക്കുന്ന അതിമഹാരഥി പിന്നെ മഹാമഹാരഥി തുടങ്ങിയ പദങ്ങൾ ഒന്നും തന്നെ വേദങ്ങളിലോ പുരാണങ്ങളിലോ ഒന്നും ഇല്ലാത്തതാണ്. അത് ചില ബ്ലോഗർമാരുടെയും യൂട്യൂബേഴ്സിന്റെയും സൃഷ്ടി മാത്രമാണ്. അത് പറയുന്നവരോട് പുസ്തകം കാണിച്ച് വീഡിയോ ചെയ്യുവാൻ ആവശ്യപ്പെടേണ്ടതാണ്. ഉദാഹരണത്തിന് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 44-ാം സർഗം നോക്കിയാൽ അംഗങ്ങളുമായി ഏറ്റുമുട്ടി ഇന്ദ്രജിത്ത് പരാജയപ്പെട്ടു യുദ്ധരംഗം വിട്ടു ഓടിപ്പോകുന്ന ഭാഗമുണ്ട്. അതിമഹാരഥിയായ ഇന്ദ്രജിത്തിനെ നേരിട്ട് പരാജയപ്പെടുത്തിയ അംഗദനെ ഞാൻ ഇവിടെ കൊടും മഹാരഥി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പദം ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും? അതുപോലെ മാത്രമേ ഇത്തരം പദങ്ങളെ കാണേണ്ടതുള്ളൂ. മറ്റൊരു ധാരണ ഇന്ദ്രജിത്തിന്റെ കൈവശം ത്രിമൂർത്തികൾ 3 പേരുടെയും അസ്ത്രം ഉണ്ട് എന്നതാണ്. വാൽമീകി രാമായണത്തിൽ എവിടെയും ഇന്ദ്രജിത്ത് നാരായണാസ്ത്രമോ പാശുപതാസ്ത്രമോ കൈവശം വെക്കുന്നതായോ നേടുന്നതായോ പ്രയോഗിക്കുന്നതായോ പറയുന്നില്ല. വാൽമീകി രാമായണത്തിൽ പാശുപതാസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് വസിഷ്ഠൻ വിശ്വാമിത്രൻ യുദ്ധത്തിലും രാവണ യമ യുദ്ധത്തിലുമാണ്. അത് മാത്രമല്ല, ഇന്ദ്രജിത്തിനെ മനസ്സിൽ നന്മയുള്ള ഒരുവനായി രാമായണം പറയുന്നില്ല. യുദ്ധം ആരംഭിക്കും മുൻപ് ഇന്ദ്രജിത്ത് രാവണനെ ഒരു തവണ പോലും പിന്തിരിപ്പിക്കാൻ നോക്കിയില്ല. മാത്രമല്ല, ഉപദേശിക്കാൻ നോക്കിയ വിഭീഷണനെ ശകാരിക്കുക കൂടി ചെയ്യുന്നു. പ്രഹസൻ പോലും രാവണനെ ആദ്യം അനുകൂലിച്ചില്ല. ഇനി ഹനുമാനും ഇന്ദ്രജിത്തും തമ്മിൽ അശോകവനത്തിൽ നടന്ന പോരാട്ടത്തെയും ഹനുമാനെ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ബന്ധിക്കുന്ന ഭാഗത്തെയും കുറിച്ച് നോക്കാം. യുദ്ധം വർണ്ണിക്കുന്ന ഭാഗത്ത് ഇന്ദ്രജിത്തിനെ വാൽമീകി മഹാരഥി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെയും കാണാം. 2 യോദ്ധാക്കളും പരസ്പരം പഴുതൊന്നും കണ്ടില്ല എന്നാണ് യുദ്ധത്തെ വർണ്ണിച്ചിരിക്കുന്നത്. ബാലകൻ ആയിരിക്കുമ്പോൾ തന്നെ ഹനുമാന് സകല ദേവകളുടെയും അസ്ത്രങ്ങളിൽ നിന്ന് രക്ഷ അനുഗ്രഹിച്ചു നൽകുന്നുണ്ട്. ബ്രഹ്മാസ്ത്രത്തിൽ നിന്നുള്ള രക്ഷ സാക്ഷാൽ ബ്രഹ്മാവ് നേരിട്ട് തന്നെ നൽകിയതാണ്. പിന്നീട് ഒരിക്കൽ സ്വന്തം ശക്തി മറ്റാരെങ്കിലും ഓർമ്മപ്പെടുത്തുന്നില്ലെങ്കിൽ മറന്നുപോകുമെന്ന ശാപവും ലഭിക്കുന്നു. ഹനുമാൻ ചാലിസ പോലുള്ള മന്ത്രങ്ങൾ തൊഴിൽ തടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നു. ഹനുമാൻ ബ്രഹ്മാസ്ത്രത്തെ നിന്ദിക്കാതിരിക്കാൻ സ്വയം ബന്ധനം സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത്. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ തന്നെ ഹനുമാന്റെ പ്രതികരണം കണ്ടു ഇദ്ദേഹത്തിന് എന്തോ പ്രത്യേകത ഉണ്ടെന്നു ഇന്ദ്രജിത്ത് മനസ്സിലാക്കുന്നു. ഹനുമാൻ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിക്കപ്പെട്ടപ്പോൾ ആവേശഭരിതരായ രാക്ഷസർ കാട്ടുവള്ളികളും വടങ്ങളും ഉപയോഗിച്ച് ഹനുമാനെ ഒന്നുകൂടെ ബന്ധിക്കുന്നു. പുറമേ മറ്റൊരു ബന്ധനം വന്നാൽ ബ്രഹ്മാസ്ത്രം അത് ഒരിക്കലും സഹിക്കുകയില്ല. വള്ളികൾ കൊണ്ട് കെട്ടിയപ്പോൾ തന്നെ ഹനുമാൻ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നു പൂർണ്ണമായും മോചിതനായി. രാക്ഷസർ കാണിച്ച മടയത്തരം ഇന്ദ്രജിത്ത് ശ്രദ്ധിക്കുന്നു. എന്നാൽ ഹനുമാൻ ഇത് മനസ്സിലാക്കി കാണില്ല എന്നാണ് ഇന്ദ്രജിത്ത് വിചാരിക്കുന്നത്. പക്ഷേ ഹനുമാന് എല്ലാം മനസ്സിലായിരുന്നു. രാജാവായ രാവണന്റെ സദസ്സിൽ എത്തുക എന്നത് രാമദൂതൻ എന്ന നിലയ്ക്ക് ഹനുമാന്റെ ആവശ്യവും ആയിരുന്നു. അതിനാലാണ് ഹനുമാൻ ശാന്തനായി നിലകൊണ്ടത്. ലക്ഷക്കണക്കിന് രാക്ഷസരോടും സാക്ഷാൽ ഇന്ദ്രജിത്തിനോടും ഏകനായി പോരാടിയ ശേഷം സ്വർഗത്തെ വെല്ലുന്ന കാന്തിയോടെ നിലകൊണ്ട ലങ്ക മുഴുവൻ ഹനുമാൻ ഭസ്മമാക്കുന്നു. വാനര രൂപം പൂണ്ട സാക്ഷാൽ അഗ്നി കണക്കെ എന്നാണ് ആ ഭാഗത്തെ വർണ്ണിച്ചിരിക്കുന്നത്. വിഭീഷണന്റെ ഗൃഹമൊഴികെ രാവണന്റെ സദസ്സും ഇന്ദ്രജിത്തിന്റെ ഗൃഹവും ഉൾപ്പെടെ ഇന്ദ്രജിത്തും രാവണനും നോക്കി നിൽക്കെ ചുട്ടുചാമ്പലാക്കിയ ശേഷം സുരക്ഷിതനായാണ് ഹനുമാൻ ലങ്ക വിടുന്നത്. जय हनुमान ज्ञान गुण सागर जय कपीशति लोक उजागर राम दूता तुलित बलधामा अंजनी पुत्र पवन सुत नाम